പ്രധാനമന്ത്രി പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതായിട്ട് നമുക്കറിയാം. 1 കോടിയിലധികം ആളുകൾ ഇന്ത്യയിൽ ഉപജീവന മാർഗം നടത്തുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ വ്യാപാര മേഖല. സർക്കാരിന്റെ നയങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ എതിർക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ബദൽ സംവിധാനത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്. നമസ്കാരം. വിവാഹ ആവശ്യങ്ങൾക്കായി 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ഉള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മുടെ വ്യാപാര മേഖല നോക്കിക്കാണുന്നത്. ഏറെ നാൾ നീണ്ട പ്രതിസന്ധിക്ക് ശേഷം ഈ അടുത്ത കാലത്താണ് സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഒരു ഉണർവുണ്ടായത്. അതിനിടയിൽ ഇത്തരത്തിലുള്ള ആഹ്വാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് ഏത് തരത്തിലാണ് തങ്ങളെ ബാധിക്കുക എന്ന വലിയ ആശങ്കയിലാണ് സ്വർണ്ണ വ്യാപാരി. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് KGSMA സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ വാക്ക്. പ്രധാനമന്ത്രി പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതായിട്ട് നമുക്കറിയാം. ഇന്ത്യയുടെ വിദേശ കറൻസി ശേഖരത്തിൽ സ്വർണത്തിന്റെ ഇറക്കുമതി മൂലം ഉണ്ടാവുന്ന ധനനഷ്ടം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. 7 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇലക്ട്രിക് വാഹനങ്ങൾ, പിന്നെ രാസവളത്തിന്റെ ഉപയോഗം, അങ്ങനെ 7 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം കൂടി പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ സ്വർണം വാങ്ങരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇതിന്റെ അനന്തരഫലത്തെ പറ്റി അദ്ദേഹം എത്ര കണ്ട് ആലോചിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 1 കോടിയിലധികം ആളുകൾ ഇന്ത്യയിൽ ഉപജീവന മാർഗം നടത്തുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ വ്യാപാര മേഖല. GDPയുടെ 7% സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ വ്യാപാര മേഖല. ആയിരക്കണക്കിന് കോടി രൂപ GST ഇനത്തിൽ ഒരു വർഷവും സർക്കാരുകൾക്കും വിവിധ സർക്കാരുകൾക്ക് ലഭ്യമാകുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ വ്യാപാര മേഖല. 1 വർഷം ഇത് സ്വർണം വാങ്ങിക്കരുത് എന്ന് പറയുമ്പോൾ 1 വർഷത്തോളം നമുക്ക് ഈ സ്വർണം വാങ്ങിക്കരുത് എന്ന് പറയുമ്പോൾ വാങ്ങാൻ ആൾ വന്നില്ലേ കട തുറന്നിട്ട് കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് 1 വർഷം കട അടച്ചിടുന്നതിന് തുല്യമായിരിക്കും ഇത്. അത് എല്ലാ തരത്തിലുള്ള ആളുകളെയും ബാധിക്കും. ഇത്തരം ഒരു സംവിധാനത്തെ പറ്റി അറിഞ്ഞുകൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും അത് ഞങ്ങളെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് ഞങ്ങളുടെ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു ആഹ്വാനത്തിന് മുതിർന്നത്. സ്വർണം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും ഇത്തരത്തിൽ വാങ്ങുന്നതിൽ നിന്ന് ജനങ്ങൾ ഒന്ന് പിന്നോട്ട് പോകണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത് ഏറ്റവും അധികം ബാധിക്കാനിരിക്കുന്നത് ഈ പറയുന്ന സ്വർണ്ണ വ്യാപാര രംഗത്തെയാണ്. എന്നാൽ അതിന് ബദൽ സംവിധാനമുണ്ട് എന്നുള്ളതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്വർണം വാങ്ങാതിരിക്കുക എന്നുള്ളതല്ല ഇതിന് പരിഹാരം, അതിന് മറിച്ച് മറ്റൊരു ബദൽ സംവിധാനം കണ്ടെത്താനാകും എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പം ജനങ്ങളുടെ ഒരു ആഹ്വാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഈ മേഖലയെ മൊത്തത്തിൽ ഇപ്പൊ നിലവിൽ തന്നെ പല ജ്വല്ലറികളുടെ ഓഹരി അടക്കി വെക്കുന്ന ഒരു സാഹചര്യം അല്ല. അപ്പൊ അതിന് നിങ്ങൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് സർക്കാരിന്റെ നയങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ എതിർക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഓവർകം. ഞങ്ങൾ ബദൽ സംവിധാനത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്. അതായത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് കിട്ടുന്നത് മൂലം ഉണ്ടാവുന്ന സർക്കാരിന്റെ ധനക്കമ്മി കുറയ്ക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, സ്വദേശത്ത് തന്നെ ഇന്ന് ഏകദേശം ലോകത്ത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഒരു കണക്ക് പ്രകാരം 2,20,000 ടൺ സ്വർണമാണ് കുഴിച്ചെടുത്തതെന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഉണ്ടാവുന്ന സ്വർണത്തിന്റെ അളവ് ഏകദേശം 30,000 ടണ്ണാണ്. അത് 35,000 ആണെന്നും 25,000 ആണെന്നും ഇപ്പൊ പറയുന്നുണ്ട്. എന്തായാലും 30,000 ടണ്ണിൽ കുറയാത്തൊരു സ്വർണ്ണ ശേഖരം ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ, ട്രസ്റ്റുകളുടെ കയ്യിൽ, ധനകാര്യ സ്ഥാപനങ്ങളുടെ കയ്യിൽ, ബിസിനസ്സുകാരുടെ കയ്യിൽ, അങ്ങനെ ഒരുപാട് മേഖലകളിലായിട്ട് വിഭജിക്കപ്പെട്ട് നിൽക്കുകയാണ് അത്രയും സ്വർണ്ണങ്ങൾ. ഇത് നിഷ്ക്രിയമായ ഒരു ആസ്തിയായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു 90% നിഷ്ക്രിയമായ ആസ്തിയായിട്ട് നിലനിൽക്കുക. കാരണം ഞങ്ങളൊക്കെ വ്യാപാരം ചെയ്യുമ്പോൾ വ്യാപാരം ചെയ്യാതെ തന്നെ ബാങ്കുകളിലൊക്കെ നിൽക്കുന്നു. ഈ സ്വർണത്തിന്റെ ഒരു 10% ഗവൺമെന്റ് ഏതെങ്കിലും നയപരമായ ഒരു വ്യത്യാസം വരുത്തി ശേഖരിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ശേഖരിക്കുന്ന സ്വർണം 4 വർഷത്തേക്ക് ഇന്ത്യയിൽ സ്വർണം ഇറക്കുമതി ചെയ്യാതെ തന്നെ ഇവിടുത്തെ കച്ചവട ആവശ്യത്തിന് കൊടുക്കാൻ കഴിയും.
കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ കണക്കുപ്രകാരം 700 ടൺ സ്വർണ്ണമാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. 700 ടൺ സ്വർണം എന്ന് പറയുന്നത് ഒരു 3000 ടൺ സ്വർണം ഇത് കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ 4 വർഷത്തേക്ക് ആ സ്വർണം മതി. 4 വർഷത്തേക്ക് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബാങ്കുകളിൽ ബുള്ളിയൻ ബാങ്ക് എന്നാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ബുള്ളിയൻ ബാങ്കുകളിൽ സ്വീകരിക്കുകയാണെങ്കിൽ ആ ബാങ്കുകളിൽ നിന്ന് സ്വർണ്ണ വ്യാപാരികൾക്ക്, ഇന്ത്യയിലെ ആളുകൾ, ആവശ്യമുള്ള ആളുകൾക്ക് അത് നിർലോഭം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വരാനുള്ള സാധ്യതയും കൂടും. ഇത് ഈ ഒരു പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ പൊതുവെ നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് ഗോൾഡിന്റെ വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം കുറയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പൊ അത് ഇന്ത്യയുടെ കൂടി വരുന്നതോടുകൂടിയിട്ട് ആളുകൾ ഈ ഗോൾഡിൽ നിന്ന് മൊത്തത്തിൽ മാറിപ്പോകുന്ന ഗോൾഡിൽ നിന്ന് മാറിപ്പോവുക എന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ല. കാരണം നമ്മുടെ സംസ്കാരം, ഒരു ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ വന്നതാണ്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആഭരണത്തിന്റെ ആധിക്യം നമുക്ക് കാണാൻ കഴിയും. അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ സ്വർണം അണിയുന്നതിന് മാത്രമല്ല, സമ്പാദ്യമായിട്ടും സുരക്ഷയായിട്ടും ആഗോള കറൻസിയായിട്ട് അത് മാറുന്ന ഒരു സാഹചര്യം. നിക്ഷേപമായിട്ടും സംസ്കാരവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, സ്ത്രീ ശാക്തീകരണം, തൊഴില്, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഈ ഒരു മേഖലയായിട്ട് കെട്ടുമണിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പുറകോട്ട് പോകുന്നുള്ളൊരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. കാരണം നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയിലെ ഏത് വിവാഹത്തിനാണ് ആഭരണം ഇല്ലാതിരുന്നത്? അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആഭരണം ആരും ധരിക്കരുത് എന്ന് പറഞ്ഞാൽ 1964 മൊറാർജി ഗവൺമെന്റ് ഇതുപോലൊരു നയം 14 കാരറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആഭരണത്തിലുള്ള ഭ്രമം കുറയ്ക്കുക, അതിന്റെ തിളക്കം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിലാണ് 14 കാരറ്റ്. അത് പിന്നീട് അവർക്ക് തന്നെ എടുത്തിട്ട് മാറ്റപ്പെടാൻ പറ്റും. അതുതന്നെയായിരിക്കും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാലും. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും വിദേശ നാണയങ്ങളുടെ കരുതൽ ശേഖരത്തിലെ ഇടിവുമാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് പ്രധാനമന്ത്രിയെ നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തു തന്നെയായാലും കഴിഞ്ഞ കുറെ നാളുകളായി തുടർന്നു വരുന്ന പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഒരു തുടർച്ച എന്നോണം ഇത്തരത്തിലൊരു ആഹ്വാനം പ്രധാനമന്ത്രി നടത്തുമ്പോൾ അത് നമ്മളുടെ സാമ്പത്തിക മേഖലയെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും വരുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സ്വർണ്ണ വ്യാപാരികൾക്കുമുണ്ട്. എന്തു തന്നെയായാലും അത് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലുമാണ് ഇവർ. കോഴിക്കോട് നിന്ന് നിഖിൽ കാടത്ത്, മറുനാടൻ മലയാളി.